ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 20 മാത്സ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. നമ്മളിന്ന് ആദ്യമായി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരാളൊരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരാളൊരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% അയാൾക്ക് നഷ്ടമുണ്ടായത് എങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ത്? ഏതൊരു സാധനത്തിൻ്റെയും യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100%. ഏത് സാധനത്തിൻ്റെ യഥാർത്ഥ വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. ആ 100% വിലയുള്ള സാധനം അയാൾ വിറ്റേക്കുന്നത് 30% നഷ്ടത്തിനാണ്. അപ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും വില 100% ആണെങ്കിൽ 10% നഷ്ടം എന്ന് വെച്ചാൽ അയാൾ വിറ്റേക്കുന്നത് 90%. 20% നഷ്ടം എന്ന് വെച്ചാൽ അയാൾ വിറ്റേക്കുന്നത് 80%. 30% നഷ്ടം എന്ന് വെച്ചാൽ അയാൾ വിറ്റേക്കുന്നത് 70%. ഇനി അത് 10% ലാഭത്തിന് വിറ്റു എന്ന് വെച്ചാൽ അത് 110%. 20% ലാഭത്തിന് വിറ്റാൽ അത് 120%. 30% ലാഭത്തിന് വിറ്റാൽ അത് 130%. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? അയാൾ വിറ്റേക്കുന്ന വില എന്ന് പറയുന്നത് 30% നഷ്ടം മീൻസ് 70%. ഈ 70% അയാൾ വിറ്റപ്പോഴാണ് അയാൾക്ക് എന്ത് കിട്ടിയത്? 700 രൂപ കിട്ടിയേക്കുന്നത്. 70% വിറ്റപ്പോൾ അയാൾക്ക് 700 രൂപ കിട്ടി. അപ്പൊ എന്താണ് ഈ 70% എന്ന് പറയുന്നതാണ് 700 രൂപ. 70% 700 ആണെങ്കിൽ നമുക്ക് എന്താ 1% കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 700നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 70 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതായിരിക്കും 1%. അപ്പൊ 70 മുട്ടായുടെ വില 700 ആണെങ്കിൽ ഒരു മുട്ടായുടെ വില നമ്മൾ കണ്ടുപിടിക്കുന്നത് 70 കൊണ്ടായിരിക്കില്ലേ? അതേപോലെ 70% 700 എങ്കിൽ 1% കണ്ടുപിടിക്കുന്ന വെച്ചാൽ 70 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് 1%. നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ യഥാർത്ഥ വില എപ്പോഴും 100%. 100%. അപ്പൊ യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? × 100. ഈ കിടക്കുന്ന 1% അതിന്റെ യഥാർത്ഥ വില 100 ആക്കുക. × 100. ഈ വെട്ട 170 70 170 1 10 100 1 0 10 10 × 100 എന്ന് വെച്ചാൽ 1000. അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് എത്ര ഇട്ടോ? 1000 രൂപ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. √0.111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്ര. ഇതിന് തുല്യമായിട്ടുള്ള വില ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന് തുല്യമായിട്ടുള്ള വില ഏതാണ്ട് 4 ഓപ്ഷനകത്ത് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിന് കൃത്യമായിട്ടുള്ള വില എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.111 എക്സെട്ര എന്ന് വെച്ചാൽ ഈ 0.1111 അങ്ങ് ആവർത്തിക്കുക. ഈ ആവർത്തിക്കുന്ന ഭിന്നസംഖ്യയെ, ആവർത്തിക്കുന്ന ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. വളരെ എളുപ്പമാണ്. എത്ര സംഖ്യ ആവർത്തിക്കുന്നുണ്ടെന്ന് നോക്കണം. ഇവിടെ എത്ര സംഖ്യ ആവർത്തിക്കുന്നു വെച്ചാൽ 1 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നത്. ഒരേ ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് എഴുതണം? 1 ആണ്. അതങ്ങ് എഴുതണം. എഴുതിയല്ലോ. എന്നതിന് ശേഷം താഴെ ഒരു 9 നിങ്ങളങ്ങ് കൊടുത്തേച്ചാൽ വേറെ കാര്യമൊന്നും ചെയ്യട്ട. മനസ്സിലായോ? ഈ 0.111 എന്നുള്ളതിനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ നിങ്ങൾ എങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ എത്ര സംഖ്യ ആവർത്തിക്കുന്നു? ഒരേ ഒരു സംഖ്യ. അത് ഏത് സംഖ്യ? 1 എന്ന് പറയുന്ന ഒരു സംഖ്യ. അത് താഴെ എഴുതുക. ആ 1 എഴുതിയിട്ട് താഴെ ഒരു 9 കൊടുത്താൽ മതി. ഇനിയിപ്പോ 1 2 1 2 1 2 ഇങ്ങനെ ആവർത്തിക്കുന്നെങ്കിലോ, ഉദാഹരണം 1 1 2 0.12 1 2 എക്സെട്ര ഇങ്ങനെ പോകുന്നെങ്കിലോ ഇവിടെ എത്ര സംഖ്യ ആവർത്തിക്കുന്നു എന്ന് വെച്ചാൽ 2 സംഖ്യ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ 1ഉം 2ഉം ആണ് ആവർത്തിക്കുന്നത്. ഇനി നമ്മൾക്ക് ദശാംശ സംഖ്യയിലെ പിന്നെ ഭിന്നസംഖ്യയിലേക്ക് നമ്മൾ ഇത് എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1ഉം 2ഉം അങ്ങ് എഴുതണം. എത്ര സംഖ്യ ആവർത്തിക്കുന്നു? 2 സംഖ്യ ആവർത്തിക്കുന്നു. അപ്പൊ താഴെ 2 9 അങ്ങ് കൊടുത്തേച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പോയിന്റ് മാറ്റാൻ നമുക്ക് പറ്റും. വളരെ അല്ലാതെ പിന്നെ പോയിന്റ് മാറ്റി ഭിന്നസംഖ്യയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ട്രിക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 0.111 എക്സെട്ര എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുന്ന സംഖ്യയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ 1 കൊടുത്തു, താഴെ ഒരു 9 കൊടുത്തപ്പോൾ അത് ഭിന്നസംഖ്യയായി മാറി. ഇനി ഇതാ ഇൻഡു കൊടുത്തല്ലോ. ഇവിടെ എത്ര സംഖ്യ ആവർത്തിക്കുന്നു? 4 എന്ന് പറയുന്ന ഒരേ ഒരു സംഖ്യയുള്ള ആവർത്തിക്കുന്നുള്ളൂ. ആ 4ന് പകരം ആ 4 നമ്മൾ കൊടുത്തു. പകരം താഴെ ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ട്. ഓരോ 9 നമ്മൾ താഴെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയും കിട്ടിയല്ലോ. 1/9 × 4/9 എന്ന് പറയും. പക്ഷേ ഇത് എന്തിലാണ് കിടക്കുന്നത്? റൂട്ടിലാണ് കിടക്കുന്നതുകൊണ്ട് റൂട്ടിനകത്ത് തന്നെ ഇതങ്ങ് കൊടുക്കണം. റൂട്ടിനകത്ത് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. 1 × 4 എന്ന് വെച്ചാൽ 4 ഡിവൈഡഡ് ബൈ 9 × 9 എന്ന് വെച്ചാൽ എത്ര ഇട്ടോ? 81. √4 ഡിവൈഡഡ് ബൈ 81 എന്ന് എടുക്കാം. നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. 4ന്റെ റൂട്ട് എത്ര? 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2. 81 റൂട്ട് എത്ര? 9.
2/9 എന്നുള്ള ആൻസർ കിട്ടും. 2/9. ഈ 2/9 എന്ന് പറയുന്നതാണ് ഇവിടെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷേ അത് ഓപ്ഷനകത്ത് അവർ കൊടുത്തിട്ടില്ല. 2/9 കൊടുത്തിട്ടില്ല, പകരം 4/9 കൊടുത്തിട്ടുണ്ട്. 2/9 കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിന്റെ ഭിന്നസംഖ്യാ രൂപം ഓപ്ഷനകത്ത് ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യ ഉണ്ടോ എന്ന് നോക്കാം. ഈ 2 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ 1 ഇവിടെ കൊടുക്കാൻ കാരണം എന്താ? 1 താഴെ 9 കൊടുക്കാൻ കാരണം 1/9 താഴെ കൊടുക്കുക. താഴെ 9 കൊടുക്കുന്ന കേസിൽ എന്താ? മുകളിൽ 1 ആവർത്തിക്കുന്നു എന്നല്ലയോ അർത്ഥം. ഇവിടെ 9 കൊടുക്കുമ്പോൾ എന്താ അർത്ഥം? ഇവിടെ മുകളിൽ 4 ആവർത്തിക്കുന്നു എന്നല്ലയോ അർത്ഥം. അപ്പോൾ ഇവിടെ താഴെ 9 കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ? മുകളിലത്തെ 2 എന്താണ്? ആവർത്തിക്കുന്നു എന്നല്ലയോ അർത്ഥം. നമുക്ക് ഇതിന്റെ ആൻസർ കൊടുക്കാം 0.222 എക്സെട്ര. അപ്പൊ 0.222 ഈ ഇതിനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ ഒരു 2 കൊടുത്തിട്ട് താഴെ ഒരു 9 നമ്മൾ കൊടുക്കണ്ടേ. ഓക്കെ, ഇതാ നോക്കിക്കോ, നമ്മുടെ സി ഓപ്ഷനകത്ത് ആൻസർ കിടപ്പുണ്ട്. 0.22 ആണ് അതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസംബ്ലിയിൽ, ഒരു സ്കൂൾ അസംബ്ലിയിൽ 10A ആശ ഒരു വരിയിൽ മുന്നിൽ നിന്നും 25ാമതും പിന്നിൽ നിന്നും 13ാമതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വളരെ സിമ്പിൾ ആണ്. ഒരു വരിയിൽ ആശ മുന്നിൽ നിന്ന് എത്രാമത് നിൽക്കുന്നത്? 25ാമതാണ്. ഓക്കെ ആണല്ലോ? പിന്നിൽ നിന്ന് എത്രാമത് നിൽക്കുന്നത്? 13ാമതാണ് നിൽക്കുന്നത്. അപ്പൊ മുന്നിൽ നിന്ന് 25ാമത് നിൽക്കുന്നതും ആശയാ, പിന്നിൽ നിന്ന് 13ാമത് നിൽക്കുന്നതും ആശയാ. നമുക്ക് 2 ആശയുടെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലായോ? 25ാമത്തെ ആളും ആശയാണ്, 13ാമത്തെ ആളും ആശയാണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 2 പ്രാവശ്യം ആശ വരുന്നുണ്ട്. നമുക്ക് 2 ആശയുടെ ആവശ്യമില്ല. ഒരാശയം നമ്മൾ അങ്ങ് കുറച്ച് മാറ്റിയേക്കുക. എന്ന് വെച്ചാൽ 1 അങ്ങ് കുറച്ചാൽ മാറ്റി. കാര്യം എന്താ? 25ാമത്തെ ആൾ ആശയാണ്, 13ാമത്തെ ആൾ ആശയാണ്. നമുക്ക് ആ വരിയിൽ ആകെ ഒരു ആശയേ ഉള്ളൂ. അപ്പൊ 2 പേര് വേണ്ട, 1 അങ്ങ് കുറച്ചാൽ മതി. എന്ന് വെച്ചാൽ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക, 1 അങ്ങ് കുറയ്ക്കുക. തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 38 കിട്ടും. -1 = 37. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 37 പേരാണുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ശരാശരി. ഓക്കെ, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ എണ്ണൽ സംഖ്യയുടെ ശരാശരി നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ ഇവിടെ ചെയ്യാം. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇക്വേഷൻ ഉണ്ട്. എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ n+1/2 ആണ്. n+1/2. എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തോ? n+1/2 ആ. n എന്ന് വെച്ചാൽ സംഖ്യകളുടെ എണ്ണം. 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകളാണുള്ളത്. അപ്പൊ n-ന്റെ വാല്യൂ എത്ര കൊടുത്തു? 100 എന്ന് കൊടുക്കുക. നമുക്ക് എന്താ? n-ന്റെ വാല്യൂ 100 ആകുമ്പോൾ 100 + 1 / 2 101 / 2 101 / 2 സമയത്ത് ഇട്ടോ 50.5 കിട്ടും. 50.5 101ന്റെ പകുതി 50.5 അല്ലെങ്കിൽ 50.5 കിട്ടും. ഇത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാണ് n+1/2. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാ? 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യ ഇല്ലയോ? 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണല്ലോ. തുടർച്ചയായിട്ടുള്ള സംഖ്യയുണ്ട്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ആദ്യത്തെ സംഖ്യ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ആദ്യത്തെ സംഖ്യ 1 ആണ്, അവസാനത്തെ സംഖ്യ 100 ആണ്. തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. 101 / 2 = 50.5 ആണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെ ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആദ്യ സംഖ്യ അവസാന സംഖ്യ എന്നുള്ള ഉപയോഗിക്കാം. എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n+1/2 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജുവിൻ്റെ വയസ്സ് അവൻ്റെ അനിയൻ്റെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ അനിയൻ്റെ വയസ്സിൻ്റെ ഇരട്ടി വയസ്സാകും രാജുവിൻ്റെ വയസ്സ്. എങ്കിൽ രാജുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ട്രിക്കുണ്ട്, അത് ചെയ്യാം. പിന്നെ എക്സിറ്റ് ചെയ്ത് ഇച്ചിരി കറങ്ങി പോകുന്ന ട്രിക്കുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോജിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാജുവിൻ്റെ വയസ്സും അനിയൻ്റെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 വയസ്സാണ്. ഇപ്പോൾ ഉദാഹരണം, ഞാനും എൻ്റെ ചേട്ടൻ്റെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം 10 ആണ് എങ്കിൽ ഞങ്ങളുടെ ജീവിതകാലം മൊത്തവും ഞങ്ങൾ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം 10 തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരുവിധ മാറ്റമില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോഴും 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും, 5 വർഷം കഴിയുമ്പോഴും 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇനി അത് എപ്പോഴും 10 വയസ്സിൻ്റെ വ്യത്യാസം തന്നെ ആയിരിക്കും ജീവിതകാലം മൊത്തവും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 5 വർഷം കഴിയുമ്പോൾ, ഈ 5 വർഷം കഴിയുമ്പോഴും രാജുവിൻ്റെ വയസ്സും അനിയൻ്റെ വയസ്സും തമ്മിലും എത്ര വയസ്സിൻ്റെ വ്യത്യാസം തന്നെ ഉണ്ട്? 10 വയസ്സിൻ്റെ വ്യത്യാസം തന്നെ ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടി ആണ്. രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണെന്നാണ് പറയുന്നത്.
ഓക്കെ. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 5 years 5 വർഷം കഴിയുമ്പോൾ രാജു ഈസ് ടു ബ്രദർ, രാജുവിൻ്റെയും ബ്രദറിൻ്റെയും വയസ്സുകൾ തമ്മിൽ അംശം എന്താ 2:1 എന്ന് എടുത്തുകൂടായോ? 2:1. കാര്യം 5 വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെയും സഹോദരൻ്റെയും വയസ്സുകൾ തമ്മിൽ അംശം എന്താ 2:1 ആണ്. ഓക്കെ. അപ്പോഴും നോക്കേ, അപ്പോൾ രാജുവിൻ്റെ വയസ്സിന് നമുക്ക് വേണമെങ്കിൽ 2x എന്നോ സഹോദരന്റെ വയസ്സിന് നമുക്ക് എന്തെടുക്കാം x എന്നും എടുക്കാം. അപ്പോഴും 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് 2x, സഹോദരന്റെ വയസ്സ് x. അപ്പോഴും അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര മാത്രമേ ഉള്ളൂ? 10 തന്നെയുള്ളൂ. തുടക്കത്തിലുള്ള 10 തന്നെയാണ് 5 വർഷം കഴിഞ്ഞാലുള്ള വ്യത്യാസം. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് 2x സഹോദരന്റെ വയസ്സ് x ആണെങ്കിൽ 2x തമ്മിലുള്ള വ്യത്യാസം x അല്ലയോടോ? ഈ x എന്ന് പറയുന്നതാണ് 10 വയസ്സ്. x എന്ന് പറയുന്നത് 10 വയസ്സ്. x ആരുടെ വയസ്സാണെന്ന് വെച്ചാൽ സഹോദരന്റെ വയസ്സാണ്. ഓക്കെ. എങ്കിൽ രാജുവിന്റെ വയസ്സ് കണ്ടുപിടിക്കുക. രാജുവിന്റെ വയസ്സ് 2x ആണ്. 2x. അപ്പോൾ 2x എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ 10 സമയത്ത് കിട്ടുമോ? 20 എന്ന് കിട്ടും. അപ്പോൾ സഹോദരന് 10 വയസ്സോ സഹോദരന് 10 വയസ്സും രാജുവിന് 20 വയസ്സുമാണ്. ഒരു കണ്ടീഷനോട് ആലോചിച്ചോണം. ഈ 2:1 വരുന്ന സാഹചര്യം എപ്പോഴാണെന്ന് നോക്കിക്കോണം. ഈ 2:1 എന്ന് പറയുന്ന സാഹചര്യം വരുന്നത് 5 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ 5 വർഷം കഴിയുമ്പോഴാണ് രാജുവിന്റെ സഹോദരന് 10 വയസ്സും രാജുവിന് 20 വയസ്സും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5 വർഷം കഴിയുമ്പോഴുള്ള കേസല്ല, ഇപ്പോഴത്തെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന് 20 വയസ്സുണ്ട് എങ്കിൽ ഇപ്പോൾ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 20-ൽ നിന്ന് 5 കുറച്ചാൽ മതി. ആൻസർ 5 വർഷം കഴിയുമ്പോൾ രാജുവിന് 20 വയസ്സാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജുവിന് വെറും 15 വയസ്സേ കാണത്തുള്ളൂ. രാജുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് വെച്ചാൽ 15 വയസ്സാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതണ്ടേ, പലരും എന്നോട് സംശയം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിയേ, 100 ഇൻറ്റു 83 ഇൻറ്റു 39 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇതിനുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടുമെന്ന് അറിയാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 9 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ നോർമൽ കേസിൽ ഇതെങ്ങനെയും ഇതെല്ലാവരുടെ ഗുണിച്ചിട്ട് അതിനെ 9 കൊണ്ട് ഹരിച്ചിട്ട് ഉള്ള ശിഷ്ടമാണ് എടുക്കുന്നത്. അത്രയും എടുത്ത് നിങ്ങൾ സമയം കളയരുത്, നല്ല സമയം എടുക്കും. അതിനെക്കാട്ടി ഇച്ചിരി എളുപ്പ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ 100നെ നിങ്ങൾ 9 വെച്ച് ഹരിക്കണം. 100നെ 9 വെച്ച് ഹരിക്കണം. അപ്പോൾ നോക്കാം, 100നെ 9 വെച്ച് ഹരിക്കുമ്പോൾ 11 99 ശിഷ്ടം ഒന്നും വരത്തില്ലയോടോ? ഈ ശിഷ്ടം നമുക്ക് ഇവിടെ ശിഷ്ടം എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ശിഷ്ടം എത്ര വരുമെന്ന് ചോദിച്ചേക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 എടുക്കണം. ഈ ശിഷ്ടമായ 1 എടുക്കണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എത്ര? 83നെ നിങ്ങൾ എത്ര വെച്ചിരിക്കണം? 9 വെച്ചിരിക്കണം. 9 വെച്ചിരിക്കുമ്പോൾ 9 81 ശിഷ്ടം എത്ര വരുമോ? 2 വരിക. ഇവിടെ വന്ന ശിഷ്ടം 2 ആണ്, അത് എടുക്കണം. ക്ലിയർ ആയല്ലോ? ബാക്കി ഇനി അടുത്ത 39. ഈ 39നെ നമ്മൾ എത്ര വെച്ചിരിക്കണം? ശിഷ്ടം ഈ 9 വെച്ചിരിക്കണം. 30 വെച്ചിരിക്കുമ്പോൾ 4 9 36 ശിഷ്ടം എത്ര വരുമോ? 3 വരും. ഈ ശിഷ്ടം 3 എടുക്കണം. അപ്പോൾ എന്താണ്? 100നെ ഹരിച്ചപ്പോൾ ശിഷ്ടം 1 വന്ന് അതെടുത്തു. അതേപോലെ 83നെ ഹരിച്ചപ്പോൾ ശിഷ്ടം 2 വന്നു, അതെടുത്തു. അതേപോലെ എത്ര 39നെ ഹരിച്ചപ്പോൾ ശിഷ്ടം 3 വന്നു, അതും എടുത്തു. ഈ 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഈ 6നെ നിങ്ങൾ 9 വെച്ച് ഹരിക്കുക. 6നെ 9 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. 6നെ ഹരിച്ചാൽ പോയിന്റ് വരും. മനസ്സിലായല്ലോ? അപ്പോൾ 6/9 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 9നെക്കാട്ടിൽ വലിയ സംഖ്യയാണ് മുകളിലുള്ളത് എങ്കിൽ മാത്രം നിങ്ങൾ അതിനെ ഹരിച്ചു നോക്കണം. 9നെക്കാട്ടിൽ ചെറിയ സംഖ്യയാണ് മുകളിൽ കിടക്കുന്നെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും, ഈ 6 തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മളുടെ ശിഷ്ടം. ഇവിടുത്തെ ആൻസർ ശിഷ്ടം 6 തന്നെ ആയിരിക്കും. ഉദാഹരണം, ഈ 9ന് പകരം ഈ 6ന് പകരം 10 ആണെന്ന് വിചാരിച്ചോ. ഈ 10/9 ഇതെല്ലാം ഗുണിച്ചോ നമുക്ക് 10 കിട്ടിയെന്ന് വിചാരിച്ചോ. ഈ 10ന് നിങ്ങൾ 9 വെച്ചൊന്ന് ഹരിക്കണം. 10ന് 9 വെച്ചിരിക്കുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 9 ഒരു 9 ശിഷ്ടം 1 വന്ന് ഈ കിട്ടുന്ന ശിഷ്ടം ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ ഈ താഴെ കിടക്കുന്ന സംഖ്യയെക്കാട്ടിൽ ഛേദത്തെക്കാട്ടിലോ ചെറിയ സംഖ്യയാണ് മുകളിലുള്ളതെങ്കിൽ അതായിരിക്കും ശിഷ്ടം. ഛേദത്തെക്കാട്ടിൽ വലിയ സംഖ്യയാണ് മുകളിലുള്ളതെങ്കിൽ ആ സംഖ്യ ഒന്ന് ഹരിച്ചിട്ട് നമ്മൾ ശിഷ്ടം എടുത്ത് വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. നമുക്കിത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 6:110 ഇങ്ങനെ ഈ ഡാഷിന്റെ അടുത്ത് ഏത് സംഖ്യ വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിത് നോർമൽ കേസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മോഡലുണ്ട്, ഒരു രീതിയുണ്ട്. അത് ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം. നോർമൽ കേസിൽ ഓക്കെ. ഇനി ഒരു ഒബ്ജക്ഷൻ വന്നാൽ വേറൊരു ആൻസർ കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയത്തിൽ 90% ശരിയായിട്ടുള്ള ആൻസറാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇനി ഒരു മറു ചോദ്യമോ ഒരു എതിർവാദമോ വന്നാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. നോക്കിയേ, 10:210
6:210 ആസ് 10:. ഓക്കെ, ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കണം, ഈ 6ന്റെ ക്യൂബ് എടുക്കണം. 6ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 216. 6ന്റെ ക്യൂബ് 216. ഈ 216ൽ നിന്നും ഈ 6 എന്ന് പറയുന്ന സംഖ്യ കുറച്ചേക്കുന്നതാണ് ഈ കിടക്കുന്നത്. അപ്പൊ 216 മൈനസ് 6 സമയത്ത് ഇട്ടിടോ 210 ആണ് എഴുതിയേക്കുന്നത്. എങ്കിൽ നമ്മുടെ ഈ സംഖ്യ 10 എന്ന് പറയുന്ന സംഖ്യ നോക്കണം, 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 എന്നെടുക്കാം. 1000ൽ നിന്ന് ഈ 10 കുറയ്ക്കണം. 1000ൽ നിന്ന് 10 കുറയ്ക്കാം. 1000 മൈനസ് 10 സമം നമുക്ക് എന്ത് ചെയ്യണം? 990 എന്ന് കൊടുക്കുക. എത്ര ഇട്ടോടോ? 990. ബി ഓപ്ഷനകത്തെ ആൻസർ 990 നടപ്പം. എന്താ? 6ന്റെ ക്യൂബ് എത്ര? 216. അതിൽ നിന്ന് 6 എന്ന് പറയുന്ന സംഖ്യ കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 210 കിട്ടി. ഓക്കെ, അടുത്തത് എങ്കിൽ 10ന്റെ ക്യൂബ് എത്ര? 10 × 10 × 10 1000. അതിൽ നിന്ന് 10 എന്ന് പറയുന്ന സംഖ്യ കുറയ്ക്കുമ്പോൾ 990 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ എതിർവാദം എന്താണെന്ന് ചോദിച്ചാൽ, ആ എതിർവാദം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കാം. നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. 6ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എത്ര? 216. അതിൽ നിന്ന് ഈ 6 എന്ന സംഖ്യ കുറയ്ക്കുമ്പോൾ 210 എന്ന് കിട്ടും. 210 എന്ന് കിട്ടും. എങ്കിൽ 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 10ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1000. ഈ 1000ത്തിൽ നിന്ന് ഇവിടെ 6 അല്ലേ കുറച്ച്? അതേ 1000ത്തിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര ഇട്ടോ? എത്ര? പിന്നെ 994 എന്നുള്ള ഉത്തരം കിട്ടും. 994 എന്നുള്ള ഉത്തരം. കാര്യം എന്താ? 1000ത്തിൽ നിന്ന് ഇവിടെ 6 കുറച്ചാൽ ഇവിടെ 6 കുറച്ചാൽ 994 എന്നുള്ള ആൻസർ കിട്ടും. അത് ദാണ്ട് സി ഓപ്ഷനകത്തും കിടപ്പുണ്ട്. പക്ഷേ ഇത് തെറ്റിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കാം. മിക്കവാറും 90% ആൻസർ ഇതാണ് സാധ്യത. എങ്കിലും ഈ ഓപ്ഷനും കൂടെ ഇതും കൂടെ രണ്ടും കൂടെ വന്നാൽ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. 57 + 61 + 65 + 69 + 71 + 77 ഡിവൈഡഡ് ബൈ 30 എത്ര? ഒന്നുമില്ല. എന്തോ ഇതെല്ലാം കൂട്ടുക. കൂടുമ്പോൾ എത്ര കിട്ടും? 402 കിട്ടും. ഡിവൈഡഡ് ബൈ 30. 402 ഡിവൈഡഡ് ബൈ 30 എന്ന് കിട്ടുമല്ലോ. 402 30 വെച്ച് ഹരിച്ചു വെച്ചാൽ എത്ര? 13.4 ആയിരിക്കും ആൻസർ. 13.4. ഇത് നിങ്ങൾ ഹരിച്ചു നോക്കിയാൽ വളരെ സിമ്പിൾ ആയത് കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, എസ് ക്വസ്റ്റ്യൻ ഒറ്റയാനത് ഓട് വൺ ചോദിച്ചു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. എത്ര? 164. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഭാജ്യ സംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പറാ. ബാക്കി ഇതെത്ര എന്താണ്? അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പറാണ്. ഇത് ഇത്രയും പ്രൈം നമ്പറും ഇത് കോമ്പോസിറ്റുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. നമ്മൾ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, സാറേ ഞാൻ അങ്ങനെയൊന്നും നോക്കില്ല, ഇതെല്ലാം ഒറ്റ സംഖ്യ, ഇത് ഇരട്ട സംഖ്യ എന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. അത് ഇരട്ട സംഖ്യ ബാക്കി ഇതെല്ലാം ഒറ്റ സംഖ്യയുടെ ഫോമിൽ നടക്കുന്നത്. കാര്യം അഭാജ്യ സംഖ്യകൾക്ക് ഒരേ ഒരു സംഖ്യ മാത്രമേ ഇരട്ട സംഖ്യ വരത്തുള്ളൂ. അത് 2 എന്ന് പറയുന്ന സംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകൾ ഒറ്റ സംഖ്യയെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒറ്റ സംഖ്യ, അത് ഇരട്ട സംഖ്യ വന്നു. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഭാജ്യ സംഖ്യ, ഇതെല്ലാം അഭാജ്യ സംഖ്യ. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, ഇല്ല അടുത്ത സംഖ്യ ഏതാണെന്നോ ചോദിച്ചേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആദ്യം ഈ സംഖ്യയിൽ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ഈ സംഖ്യയിൽ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ? ഡിഫറൻസ് എങ്ങനെ? ഒരു സംഖ്യയിൽ നിന്ന് തൊട്ട് മുന്നിലത്തെ സംഖ്യ കുറച്ച് നോക്കുമ്പോഴല്ലേ നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, 1ൽ നിന്ന് അതിന് തൊട്ട് മുമ്പിലത്തെ സംഖ്യ കുറയ്ക്കണം. ഏതാ കുറയ്ക്കേണ്ടത്? -2 ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ 1 -2 +2 സമയത്ത് ഇട്ടിടോ 3. അപ്പൊ ഈ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം എത്ര ഇട്ടിടോ? 3 കിട്ടും. ഇനി അടുത്ത് ഈ 2 സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 6 - 1 സമയത്ത് ഇട്ടി. ഈ 2 സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇനി ഈ 2 സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. 13 - 6 സമയത്ത് ഇട്ടിടോ 7. ഈ 2 സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം എത്ര ഇട്ടിടോ? 7 കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ എന്നിട്ട് 3 കൂടി 5 കൂടി 7 കൂടി. അപ്പൊ നോർമൽ കേസ് ഇനി അടുത്ത് എത്ര ആയിരിക്കണം കൂടേണ്ടത്? 9 ആയിരിക്കണം കൂടണ്ടേ. ഏതിന്റെ കൂടാ കൂടേണ്ടത്? ഈ 13ന്റെ കൂടെ. എന്താ? -2 കൂടെ 3 കൂട്ടിയപ്പോഴാണ് 1 കിട്ടിയത്. 1ന്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്. 6ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 13 കിട്ടിയത്. എങ്കിൽ 13ന്റെ കൂടെ 9 കൂട്ടുമ്പോഴും അടുത്ത സംഖ്യ കിട്ടും. അപ്പൊ 13 + 9 സമയത്ത് ഇട്ടിടോ 22 ആണ് നെക്സ്റ്റ് സംഖ്യ എന്ന് പറയുന്നത്. എത്രയാണ്? 22 ആണ്. വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 8/125 തുല്യമായിട്ടുള്ളത് ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര? 6.4, 0.64, 0.064, 64. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത്. നിങ്ങൾക്ക് എന്താ ഒരു നോർമൽ കേസിൽ നമുക്ക് എന്താ ഈ ക്വസ്റ്റ്യൻ ഞാൻ 8/125. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ 10 100 1000 ഏതെങ്കിലും ഫോമിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കോണം. അങ്ങനെ മാറ്റാൻ പറ്റും. നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 125നെ 10 ആക്കാൻ പറ്റുമോ? ഇല്ല. 100 ആക്കാൻ പറ്റുമോ? ഇല്ല. 1000 ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ
10 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് 10 എന്ന് പറയുന്നത് 5 ഗുണം 2. 10-നകത്തെന്ന് വെച്ചാൽ 5 ഗുണം 2. 5 ഒരു പ്രാവശ്യം ഉണ്ട്, 2 പ്രാവശ്യം, ഒരു 2 ഒരു 5 ഗുണിക്കുമ്പോഴാണ് 10 കിട്ടുന്നത്. ഇപ്പൊ 100 എന്ന് പറയുന്നതോ, 100 എന്ന് പറയുന്നത് 2 പ്രാവശ്യം 5 വരും, 2 പ്രാവശ്യം 2 വരും. മനസ്സിലായോ? അവിടെ 5 25, 2 × 2 4. അപ്പൊ എന്താ 25 ഗുണം 4 100 കിട്ടും. അപ്പൊ 1000 എന്ന് പറയുന്നതോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 1000 എന്ന് പറയുമ്പോൾ 5 × 5 × 5 2 × 2 × 2 ആണ്. നോക്കിയേ, കണ്ടേ 5 25, 25 ഗുണം 5 125, 2 × 2 4, 4 ഗുണം 2 8, 8 ഗുണം 125 ആണ് 1000 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 5ഉം 2ഉം എന്നുള്ള ഒരു ജോഡിയാക്കി മാറ്റണം. ആ ജോഡിയാക്കുമ്പോൾ എത്ര ജോഡികളുണ്ട് നമുക്ക് നോക്കിയാൽ 125 എന്ന് പറയുന്നത് എത്ര അഞ്ചുകളുള്ളയാ? 3 അഞ്ചുകളുള്ള, 3 അഞ്ചല്ലിയോടോ 125. അപ്പൊ ഇത് 1000 ആവണേ എത്ര വേണം? ഒരു 3 2 കൂടെ വേണം. മനസ്സിലായി? 2 അഞ്ചുകളുള്ളതിലൂടെ 100-നകത്ത് 2 അഞ്ചുകളുണ്ട്, അതിൻ്റെ കൂടെ അത് ജോഡി ആവണമെന്നുണ്ട് എത്ര? ഒരു 2 കൂടെ കൊടുത്താൽ അത് 100 ആവും. മനസ്സിലായി? അപ്പൊ ഇവിടെ എത്ര അഞ്ചുകളുണ്ട്? 125 എന്ന് വെച്ചാൽ 5 ഗുണം 5 ഗുണം 5 ആണ് 125 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇതേപോലുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ 3 അഞ്ചുകൾ ഉണ്ടെങ്കിൽ എത്ര 2 കൂടെ കൊടുക്കണം? 3 2 കൂടെ കൊടുക്കണം. 3 2 കൂടെ കൊടുക്കുക എന്ന് വെച്ചാൽ 2 × 2 4, 4 ഗുണം 2 8. അപ്പൊ ഇവിടെ ഒരു 8 കൂടെ ഗുണിക്കാമെങ്കിൽ എന്തായി? ഇതും 3 5ഉം 3 2 ആയി. അപ്പൊ ഇവിടെ 8 താഴെ നമ്മൾ ഏത് സംഖ്യയാണോ ഗുണിക്കുന്നത് അതേ സംഖ്യനെ മുകളിലും ഗുണിച്ചിരിക്കണം. അപ്പോൾ താഴെ 3 2 കൊടുക്കുമ്പോഴേ 3 5-ന് ഈക്വൽ ആവത്തുള്ളൂ. അപ്പോൾ 3 5 3 2. മനസ്സിലായോ? അപ്പോൾ താഴെ 8 ഗുണിച്ചപ്പോൾ മേളിൽ 8 ഗുണിച്ചു. അല്ലാതെ ഈ സംഖ്യ അല്ല എടുത്ത് ഗുണിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ അങ്ങനെ പെയറാക്കി മാറ്റുവാണ്. ഓക്കെ, 8 × 8 എത്ര കിട്ടി? 64 ഡിവൈഡഡ് ബൈ 125 × 8 എത്ര കിട്ടിയോ? 1000. ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കാൻ പറഞ്ഞാൽ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി നമ്മൾ അങ്ങ് പോയിന്റ് കൊടുത്തേച്ചാൽ മതി. 100 വെച്ച് ഹരിക്കാൻ പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. 1000 വെച്ച് ഹരിക്കാൻ പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റി ഇടത്തോട്ട് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ഇവിടെ 64-നെ 1000 വെച്ച് ഹരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റി നമ്മൾ പോയിന്റ് കൊടുത്താൽ മതി. ഇവിടെ 3 സ്ഥാനങ്ങളില്ല, നമുക്ക് 2 സ്ഥാനമേ ഉള്ളൂ. 6ഉം 4ഉം 2 സ്ഥാനമേ ഉള്ളൂ. മൂന്നാമത്തെ സ്ഥാനം തയ്ക്കാൻ അതിന്റെ ഇടതുവശത്ത് ഒരു 0 കൊടുക്കുക. ഇപ്പൊ എത്ര സ്ഥാനമായി? 3 സ്ഥാനമായി. ഇനിയൊരു പോയിന്റ് കൊടുത്തരേ, 0.064. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഒരു 0 കൊടുക്കുക. ആൻസർ 0.064 ആണ്. സി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 0.064 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 × 25 - 32 ഡിവൈഡഡ് ബൈ 4 + 10 - 18. ഇതാണ്. ഇത് ബോട്ട് മാസ് പ്രകാരം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോട്ട് മാസ് പ്രകാരം ബ്രാക്കറ്റ് ഓപ്പറേഷൻ, ബ്രാക്കറ്റിലൊന്നുമില്ല. ഓഫ് പോലെ സംഖ്യകളുണ്ടോ? ഒന്നുമില്ല. പിന്നെന്തുണ്ട്? ഡിവിഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിവിഷൻ ആദ്യം ഈ ഡിവിഷൻ ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിവിഷൻ കഴിഞ്ഞിട്ടോ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടി നമുക്ക് നോക്കാം. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ 32-നെ 4 വെച്ചരിക്കാം. 32-നെ നമ്മൾ 4 വെച്ചരിക്കുമ്പോൾ 32-നെ 4 വെച്ചരിക്കുമ്പോൾ 84 32. ഇത് പ്ലസ്, ഇത് മൈനസ്. പ്ലസ് ഇൻറ്റു മൈനസ് വെച്ചാൽ മൈനസ് കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയായിട്ട്? 25 × 3 എത്ര കിട്ടിയോ? 75 എന്ന് കിട്ടി. 75 കിട്ടിയല്ലോ. ഓക്കെ, ബാക്കി എത്ര ഉണ്ട് ഇവിടെ? പ്ലസ് 10 ഉണ്ട്, മൈനസ് 18 ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എന്ത് ചെയ്യാം? പ്ലസ് സംഖ്യ എല്ലാവിടെ കൂട്ടി പ്ലസ് ആട്ടും, മൈനസ് സംഖ്യ എല്ലാവിടെ കൂട്ടി നമുക്ക് മൈനസ് ആട്ടും എഴുതാം. വളരെ സിമ്പിൾ ആണ്. 75ഉം 10 കൂടെ കൂട്ടുക. ഇത് പ്ലസ് 75 പ്ലസ് 10 അതിട്ട് 85 മൈനസ് 8ഉം മൈനസ് 18 കൂട്ടുക. ഒരേ സംഖ്യയാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം പ്ലസ് 75 പ്ലസ് 10 കൂടെ കൂടുമ്പോൾ പ്ലസ് 85 കിട്ടിയോ അല്ലെ? -8ഉം -18 കൂടുമ്പോൾ -26 എന്ന് കിട്ടും. 85-ന്ന് 26 കുറച്ചാൽ മതി. ആൻസർ 59 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. പാതയരികിൽ നിൽക്കുന്ന ഒരു പോസ്റ്റിനെ മറികടക്കാൻ എടുക്കുന്ന സമയത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി. അപ്പൊ തീവണ്ടിയുടെ നീളം തന്നെ ഡിസ്റ്റൻസ് വരുന്നുണ്ട് 225 മീറ്റർ ആണല്ലോ. ഓക്കെ, ഇനി അതിന്റെ സ്പീഡ് പറയുന്നുണ്ട് എത്ര? 54 km/h എന്ന് പറയുന്നുണ്ട്. ട്രെയിൻ ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെ മറികടക്കുകയാണെങ്കിൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി.
ട്രെയിനിന്റെ നീളത്തെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റിനെ മറികടക്കുന്നു എന്ന് ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് ട്രെയിനിന്റെ നീളം നമ്മൾ എന്തായിട്ട് എടുത്തത്, ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തത്. അപ്പോൾ ട്രെയിനിന്റെ നീളമാണ് ഡിസ്റ്റൻസ് 225 മീറ്റർ. മീറ്ററിനോട് ചേരുന്നത് വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡും മീറ്ററും കിലോമീറ്റർ പെർ അവറും തമ്മിൽ ചേരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്പീഡിനെ കിലോമീറ്റർ പെർ അവർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 54 കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടെങ്കിൽ ഇൻഡ് ചെയ്താൽ മതി. 5/18 ഒരു 18 3 18 54 3 5 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതിന്റെ വേഗത എത്രയിട്ടോ, 15 മീറ്റർ പെർ സെക്കൻഡ് വേഗത എന്ന് കിട്ടി. നമുക്ക് അതിന്റെ വേഗത 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദൂരം കിട്ടി 225 മീറ്റർ, വേഗത കിട്ടി 15 മീറ്റർ പെർ സെക്കൻഡ്. എങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് സ്പീഡ് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്ര, 225 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര, 15 മീറ്റർ പെർ സെക്കൻഡ്. മീറ്ററും വെട്ടിപ്പോകും. 225നെ 15 ചരിക്കുമ്പോൾ 15 എന്ന് കിട്ടും. 15 × 15 ആണ് 225. ഇവിടെ സ്പീഡാണ്, ഇത് സെക്കൻഡ് ആണ്. അത് ഇവിടെ കൊടുക്കുക. ആൻസർ 15 സെക്കൻഡ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 43 കിലോഗ്രാം. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടിയും കൂടെ വന്നപ്പോൾ ശരാശരി ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടികളുടെ വന്നാൽ ശരാശരി ഭാരം എത്രയാണ്? ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. മൊത്തത്തിൽ 11 കുട്ടികളല്ലേ ഉള്ളത്. ഈ 11 കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്ന എത്രയാണ്? 43 ആണ്. അപ്പൊ എന്താണ്, 11നെ 43, ഈ 11 ഇതാണ് ശരാശരി, ഇത് ശരാശരി 43, ഇത് എണ്ണം, ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക. അപ്പൊ എത്ര എണ്ണം? 11 × 43 എന്നാണ് ഈ കുട്ടി വരുന്നതിന് മുമ്പുള്ള അവരുടെ ആകെ ഭാരം എന്ന് പറയുന്നത്. ആ 11 കുട്ടികളെ അവരുടെ ശരാശരി ഭാരം കൊണ്ട് ഗുണിച്ച് വെച്ചാൽ നമുക്ക് ഗുണിക്കുമ്പോൾ എത്ര ഇട്ടോ, 473 എന്നുള്ള ഉത്തരം കിട്ടത്തില്ലടോ. 473 ഈ 473 കിലോഗ്രാം ആണ്, 473 കിലോഗ്രാം ആണ് പുതിയതായിട്ട് കുട്ടി വരുന്നതിന് മുമ്പുള്ള അവരുടെ ഭാരം എന്ന് പറയുന്നത്. 407 മൊത്തത്തിലുള്ള ഭാരം. ഇപ്പോൾ ആരൂടെ വന്നു, 40 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിയുടെ വന്നില്ലയോ. അപ്പൊ എന്താണ്, 473ന്റെ ഒരു 40 കൂടെ കൂട്ടുക. പുതിയ ഭാരം എന്ന് പറയുന്നത് 513 കിലോഗ്രാം ആണ്. ആണല്ലോ. ഇപ്പോൾ ക്ലാസ്സിലെ ആകെ ഭാരം എന്ന് പറയുന്നത് 513 കിലോഗ്രാം ആണ്. ആണല്ലോ. ഇപ്പോൾ എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? ഇപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് വെച്ചാൽ 12 കുട്ടികളുണ്ട്. പുതിയതായിട്ടൊരു കുട്ടികൾ വന്നില്ലയോടോ. അപ്പോൾ പുതിയ ശരാശരി കാണാൻ, ശരാശരി എന്തുവാ, തുക ബൈ എണ്ണം, തുകയെ എണ്ണം കൊണ്ടായിരിക്കും. ഇപ്പൊ തുക 513 ആണ്. എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ 512 നമുക്ക് എത്ര വെച്ചായിരിക്കാം, 12 വെച്ചായിരിക്കും. 513 12 വെച്ചായിരിക്കുമ്പോൾ എത്ര ഇട്ടോ, 42.75 കിലോഗ്രാം ആണ് പുതിയ ഭാരം എന്ന് പറയുന്നത്. 42.75 കിലോഗ്രാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 1/2 + 3/16 + 5/16 4 ഇതിന്റെ വില എത്ര? ഇത് എത്രയാണ്? ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഈ താഴെ കിടക്കുന്ന ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആണോ എന്ന് നോക്കണം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഡിനോമിനേറ്റർ ഈക്വൽ അല്ല. ഈ 2ന്റെയും 2 ഇവിടെ 16 ഇവിടെ 64 അങ്ങനെ ഈക്വൽ അല്ലാതെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഭിന്നസംഖ്യ എങ്ങനെയാണ് കൂട്ടുന്നത്? ഭിന്നസംഖ്യ കൂട്ടുന്നത് ഛേദങ്ങളുടെ എൽസിയം എടുക്കാം. ഛേദങ്ങളുടെ എൽസിയം എത്ര? ഈ 2ന്റെയും 16ന്റെയും 64ന്റെയും എൽസിയം കാണണം. 64ന്റെ എൽസിയം എന്ന് വെച്ചാൽ 64 തന്നെ ആയിരിക്കും എൽസിയം വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ എത്ര? 64. 64നെ 2 വെച്ചരിക്കാൻ പറ്റുമോ? പറ്റും. 64നെ 2 വെച്ചരിക്കാൻ പറ്റും. 32 2 ആണ് 64. 16 വെച്ചരിക്കാൻ പറ്റും. 4 16 ആണ് 64. അപ്പോൾ തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയെ ചെറിയ സംഖ്യ എല്ലാം വെച്ച് ഹരിക്കാൻ പറ്റുമെങ്കിൽ വലിയ സംഖ്യയാണ് എൽസിയം. നമ്മൾ പ്രത്യേകിച്ച് ചെയ്ത് നോക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കിക്കോ, എൽസിയം 64 കിട്ടും. അപ്പൊ നമ്മൾ ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ബേസ് അല്ലെങ്കിൽ ഛേദം ഡിനോമിനേറ്റർ 64 ആക്കണം. എൽസിയമായ 64 ആക്കി മാറ്റണം. അത് എങ്ങനെ 64 ആക്കാൻ പറ്റും? 1/2. ഈ 2നെ നമ്മൾ 64 64 ആക്കണം. 2നെ നമ്മൾ 64 ആക്കണം. എന്ത് ചെയ്യണം? 2നെ 64 ആക്കണമെങ്കിൽ ഒരു 32 വെച്ച് ഗുണിച്ചാൽ 32 വെച്ച് ഗുണിച്ചാൽ 64 കിട്ടും. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് ഞങ്ങൾ മേളിലും ഗുണിച്ചിരിക്കണം. പ്ലസ് അടുത്തത് 3/16. 3/6 ഈ 16നെ നമുക്ക് എത്രയാണ്? 64 എൽസിയമായ 64 ആക്കണം. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
ചെയ്യേണ്ടത്? ഈ 16നെ 64 എത്ര വെച്ച് ഗുണിക്കണം? 4 വെച്ച് ഗുണിച്ചാൽ മതി. ഏത് സംഖ്യ വെച്ച് താഴെ ഗുണിച്ചോ അതേ സംഖ്യന്റെ മേളിലും ഗുണിക്കണം. പ്ലസ് 5/64. ഈ 64നെ ഇനി 64 ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി ഇത് 64 ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം. 1 × 32 32 പ്ലസ് 3 4 12 പ്ലസ് 1 5 5. ഓക്കെ, ഇവിടുത്തെ എത്ര ഇട്ട്? 32 × 2 64 പ്ലസ് ഇവിടുത്തെ എത്ര ഇട്ടോടോ? 16 × 4 64 ഡിവൈഡഡ് ബൈ 64 വേണമല്ലോ. ഇവിടെ എല്ലാം 64 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്ലസ് ചെയ്ത് പോകാം. ഓക്കെ, ഇവിടുത്തെ എല്ലാം ഛേദം ഇപ്പൊ എത്രയായി മാറിയോടോ? 64 മാറി. ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വരുമ്പോൾ ഛേദങ്ങൾ തുല്യമാണ് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പൊതുവായിട്ടൊരു ഛേദം എടുത്തിട്ട് അംശങ്ങൾ തമ്മിലും കൂട്ടുക. ഇവിടെ എല്ലാം പൊതുവായിട്ടൊരു ഛേദം 64 ആക്കി മാറ്റി എങ്കിൽ പൊതുവായിട്ടൊരു 64 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന അംശമായ 32 പ്ലസ് 12 പ്ലസ് 5. 32 12 കൂടെ കൂടുമ്പോൾ അത്ര 44. 44 5 കൂടെ കൂടുമ്പോൾ എത്ര ഇട്ടോടോ? 49 ഡിവൈഡഡ് ബൈ 64. ഇതിന്റെ ആൻസർ 49 ഡിവൈഡഡ് ബൈ 64 ആണ് ആൻസർ. വളരെ സിമ്പിൾ ആണ്, നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് മിക്ക പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻ ഉള്ളതാണ്, നമുക്ക് എളുപ്പം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 25/2 × 4/2. ഓക്കെ, ഇതിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ ചെയ്യുന്നതായിട്ട് നോക്കിയാണോ? 25/2 × 4/2. ഓക്കെ, ഇവിടെ നമുക്ക് 2 രീതി ചെയ്യാം. എളുപ്പ ഒരു മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. 2 സംഖ്യകളുടെ പവറുകൾ ഈക്വൽ ആയിട്ടാണോ എന്ന് നോക്കണം. ഇവിടെ രണ്ടിടത്തും പവറുകൾ ഈക്വലാ. ഇവിടെയും 2 ഇവിടെയും 2 എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോമൺ ആയിട്ട് ഒരു പവർ അങ്ങ് എടുക്കാം. നോക്കട്ടെ, 25 × 4 എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു പവർ കൊടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ ഏതൊക്കെ സംഖ്യ കിടപ്പുണ്ടോ അതിനെല്ലാം പവർ ബാധകമാണ്. ഈ 2 എന്ന് പറയുന്നത് 25നും 4നും ബാധകം. അപ്പൊ ഇതിന് കോമൺ ആയിട്ടാണ് നമ്മൾ 2 എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കിയേ, 25 × 4 എത്രയാണോ? 100. 100ന്റെ സ്ക്വയർ എന്നല്ലേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. 100ന്റെ സ്ക്വയർ എത്ര? 100 × 100. 100 × 100 എത്രയാണ്? 10,000 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടി? 10,000 ആണ്. ബി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അല്ലാതെ വേറെ രീതി ചെയ്യണമെന്ന് എന്താ? 25ന്റെ സ്ക്വയർ ഇൻറ്റു 4ന്റെ സ്ക്വയർ അല്ലയോ? 25ന്റെ സ്ക്വയർ എത്ര? 625 ഇൻറ്റു 4ന്റെ സ്ക്വയർ എത്ര? 16 എന്ന് കിട്ടും. 625 × 16 നിങ്ങൾ ചെയ്ത് നോക്കിയാലും മതി, 10,000 എന്നുള്ള ഉത്തരം കിട്ടും. പക്ഷെ ഇതൊക്കെ ഗുണിച്ച് വരുമ്പോൾ ടൈം എടുക്കും. ഇതാകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ എടുക്കാം. 100 × 100. 100 എടുത്തിട്ട് 100 × 100 അപ്പോൾ 4 0 1 ഇട്ടിട്ട് 4 0 കിട്ടും. എടുത്താൽ അത് ആൻസർ 10,000 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 48 km/h ശരാശരി വേഗതയിൽ ഓടുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബസ്സിന്റെ വേഗത തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. എത്ര? 48 km/h എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറും തന്നിട്ടുണ്ട്. ടൈം 5 മണിക്കൂർ, വേഗത 48 km/h. ഈ km/hഉം അവറും തമ്മിൽ ചേരും, ഈ യൂണിറ്റുകൾ തമ്മിൽ ചേരും. നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഡിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടൈം ഇൻറ്റു സ്പീഡാ. ടൈം ഇൻറ്റു സ്പീഡല്ലേ ഡിസ്റ്റൻസ്. ഓൾറെഡി അവിടെ ടൈം തന്നിട്ടുണ്ട് എത്ര? 5 മണിക്കൂർ. ഇൻറ്റു സ്പീഡ് തന്നിട്ടുണ്ട് എത്ര? 48 km/h തന്നിട്ടുണ്ടല്ലോ. ഈ അവറും ഈ അവറോടെ നമുക്ക് വെട്ടിപ്പോകും. ഇനി 48 5 I8 40 0 4 I4 20 2 I8 40 0 4 I4 24 24 കിലോമീറ്റർ എന്ന് കിട്ടും. ആൻസർ എത്ര? 240 കിലോമീറ്റർ എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. 240 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂറിൽ 48 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 5 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ സഞ്ചരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1നും 4നും ഇടയിലുള്ള സംഖ്യ ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ എന്ന് വെച്ചാൽ 1നും 4നും ഇടയ്ക്കുള്ള 2 സംഖ്യകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് ഇതിൽ ക്യാൻസൽ ആവാനുള്ള കാരണം. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 1/2 എന്ന് വെച്ചാൽ അരയെന്നല്ലേ? അരയെന്ന് വെച്ചാൽ 1/2 0.5. ആരാ? 1നെക്കാട്ടി ചെറുതല്ലേ? അല്ലയോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ എന്തുവാ അടുത്ത നോക്കാം. ഇത് 3/4. ഈ 3/4 എന്ന് വെച്ചാൽ മുക്കാലല്ലയോ? മുക്കാൽ എന്ന് പറയുന്നത് എന്താണ്? 1നെക്കാട്ടി ചെറുതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 1നെ 2 ചരിച്ചു നോക്കിയാൽ ഈ 0.5 കിട്ടും. 1നെക്കാട്ടിൽ ചെറുതാണ്. ഓക്കെ, 0.5. അടുത്ത എന്താ? 3നെ 4 ചരി 0.75 എന്ന് കിട്ടും. ഇത് മുക്കാൽ. ഇതും എന്താണ്? 1നെക്കാട്ടിൽ ചെറുതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റൊരു കാര്യമുണ്ട്. 1നെക്കാട്ടിൽ വലുത് ഒരു
സംഖ്യ ഏതാണെന്ന് അറിയണമെങ്കിൽ അംശം എന്ന് പറയുന്നത് ഛേദത്തെക്കാട്ടിൽ വലുതായിരിക്കണം, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററെക്കാട്ടിൽ വലുത് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് ഒന്നിനെക്കാട്ടിൽ വലുത് വരുത്തുള്ളൂ. അപ്പോൾ ഈ ഇവിടുത്തെ അംശം എന്ന് പറയുന്നത് ഛേദത്തെക്കാട്ടിൽ ചെറുതാണ്, ഇവിടെ അംശം എന്ന് പറയുന്നത് ഛേദത്തെക്കാട്ടിൽ ചെറുതാണ്, ഇവിടെ എല്ലാം ഒന്നിനെക്കാട്ടിൽ താഴെയുള്ള സംഖ്യയെ വരുത്തുള്ളൂ. ഇനി രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെക്കാട്ടിൽ മുകളിൽ വരുന്ന കാര്യം എന്താ, 4നെക്കാട്ടിലും വലിയ സംഖ്യയാണ് 7, അംശമാണ് ഇവിടെ വലുത്. അപ്പോൾ 7നെ 4 വെച്ച് നിങ്ങൾ ഹരിച്ചു നോക്കിയേ, 7നെ 4 വെച്ച് ഹരിക്കാം, 7 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ച് എത്രയിട്ടോ 1.75 എന്നിട്ട് 1.75, 1നെ 4 വെച്ച് നിങ്ങൾ ഹരിച്ചു നോക്കിയാൽ 1.75 കിട്ടും. 1.75 1നും 4നും ഇടയിലല്ലേ വരുന്നത്. അടുത്ത നോക്കിയാ 7 ഡിവൈഡഡ് ബൈ 2, 7 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയിട്ടോ 3.5 എന്ന് കിട്ടും. 3.5ഉം 1നും 4നും ഇടയിലല്ലേ വരുന്നത്. 1നും 4നും ഇടയിൽ 1.75ഉം 3.5 ഈ രണ്ട് സംഖ്യകളും വരത്തില്ലയോ. അപ്പൊ ഇത് രണ്ടെണ്ണവും ഓപ്ഷനകത്ത് ആൻസർ ആയിട്ട് കിടക്കുന്നതിനാൽ ഈ ആൻസർ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 13/7, 16/7, 19/7 എക്സെട്ര ഇങ്ങനെ തുടരുന്ന ഈ ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാണ് വരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പൂർണ്ണസംഖ്യ ഏതാണ് വരുന്നത്? പൂർണ്ണസംഖ്യ ആദ്യമായിട്ട് വരുന്നത് അവിടെ പൂർണ്ണസംഖ്യ ആദ്യമായിട്ട് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ആദ്യമായിട്ട് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാത്തിൻ്റെ ഛേദം 7 അല്ലേ? അപ്പോൾ 7, അപ്പോൾ ഇവിടെ അടുത്ത വരുന്ന സംഖ്യയുടെയും ഛേദം, എല്ലാ സംഖ്യയുടെ ഛേദം 7 ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കേണ്ടത് അംശം 13 എന്നുള്ളത് എത്രയായി? 16ആയി. എത്ര കൂടി? 3 കൂടി. അടുത്തത് ഈ 16 എന്നുള്ള എത്രയായി? 19ആയി. വീണ്ടും 3 കൂടി. അപ്പോൾ മുകളിൽ 3 വീതം കൂടി 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 പോവുകയാണ്, താഴെ എല്ലാത്തിൻ്റെയും 7 കിട്ടിയേക്കുന്നത്. അപ്പോൾ വേറെ ഒരു കാര്യമില്ല, ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, 7ന്റെ ഗുണിതം മുകളിൽ എപ്പോഴാണോ വരുന്നത് അതായിരിക്കും ആൻസർ. അപ്പോൾ 7ന്റെ ഗുണിതം എത്ര? 1 7 7, 7 14, 3 21, 4 28, 5 35 ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും ഒരു സംഖ്യ മണ്ടയ്ക്ക് വന്നാൽ നമുക്കത് അതായിരിക്കും ആദ്യത്തെ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ഇനി ഇത് വരുമ്പോൾ അടുത്ത വരുന്ന സംഖ്യ, അടുത്ത വരാൻ പോകുന്ന സംഖ്യ എന്ന് വെച്ചാൽ ഇവിടെ 3 കൂടി 16, 16ൻ്റെ കൂടെ 3 കൂടി 19, 19 3 കൂടി കൂടുമ്പോൾ 22 ഡിവൈഡഡ് ബൈ 7, 22നെ 7 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. അടുത്ത നമുക്ക് നോക്കാം 23, 2ൻ്റെ കൂടെ 3, 25/7, 25/7നെ ഹരിക്കാൻ പറ്റത്തില്ല. അടുത്ത എന്താ? 25നെ 7 വെച്ച് ഹരിക്കാൻ പറ്റില്ല. വീണ്ടും 3 കൂടെ കൂടുക, അപ്പോൾ എത്രയിട്ടോ 28 ഡിവൈഡഡ് ബൈ 7, 4 7 അല്ലയോ 28, 28നെ 7 വെച്ച് ഹരിച്ചേ, 28നെ 7 വെച്ച് ഹരിക്കുമ്പോൾ എത്രയിട്ടും 4 വരത്തില്ലയോ. അപ്പോൾ ഇവിടെ വരുന്നതിൽ ആദ്യത്തെ പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കോ? 4 ആയിരിക്കും. അപ്പോൾ 28നെ 7 വെച്ച്, അപ്പോൾ മുകളിൽ 7ന്റെ മൾട്ടിപ്പിൾ ഫസ്റ്റ് വരുന്നത് 28ൽ എത്തുമ്പോൾ, കാര്യം എല്ലാത്തിന്റെ ഛേദം 7 വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3/4, 5/8ന്റെ ലസാഗു അല്ലെങ്കിൽ എൽസിയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ 4 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഭിന്നസംഖ്യയാണ് തന്നിരിക്കുന്നത്. ഈ ഭിന്നസംഖ്യയുടെ എൽസിയം എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അംശങ്ങളുടെ എൽസിയം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF ആണ്. മനസ്സിലായല്ലോ? അംശം എന്ന് വെച്ചാൽ മുകളിൽ കിടക്കും ന്യൂമറേറ്റർ, ഇതിന്റെ എൽസിയമും കാണണം, നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന്റെ HCF കാണാം. അപ്പോൾ ഭിന്നസംഖ്യയുടെ എൽസിയം എങ്ങനെ കാണുന്നത് വെച്ചാൽ ഈ ന്യൂമറേറ്ററിന്റെ എൽസിയം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ HCF ആണ്. മുകളിൽ കിടക്കുന്ന വെച്ചാൽ അംശങ്ങളുടെ എൽസിയം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF ആണ്. ഇനി ഭിന്നസംഖ്യകളുടെ HCF ആണ് കാണുന്നതെങ്കിലോ അംശങ്ങളുടെ HCF ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എൽസിയം എന്നാണ്. എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിന്റെ എൽസിയം ഡിവൈഡഡ് HCF ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എൽസിയം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണോ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത് അതായിരിക്കണം മുകളിലത്തെ സംഖ്യയുടെ കാണേണ്ടത്. എന്താ അതിന്റെ ഓപ്പോസിറ്റ് താഴെ. ഇപ്പൊ എൽസിയം കാണാൻ പറഞ്ഞാൽ മുകളിലത്തെ സംഖ്യയുടെ എൽസിയമും താഴത്തെ സംഖ്യയുടെ HCFും കണ്ടുവച്ചാൽ മതി. ഇനി HCF കാണാൻ പറഞ്ഞാൽ മുകളിലത്തെ സംഖ്യയുടെ HCFും താഴെ സംഖ്യയുടെ എൽസിയമും കണ്ടുവച്ചാൽ മതി. നമുക്ക് നോക്കാം, ഇവിടെ എൽസിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ലസാഗു ആണ്. അപ്പൊ എന്താണ്? 3ന്റെയും 5ന്റെയും എൽസിയം കാണാം. 3നും 5നും പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എൽസിയം എന്ന് പറഞ്ഞാൽ 3 5 15 എന്ന് കിട്ടും. ഇനി എന്താണ്? താഴെ കിടക്കുന്ന 4ന്റെയും 8ന്റെയും HCF കാണണം. 4 വെച്ചിരിക്കുമ്പോൾ 1 4 4, 24 8 ഇനി പറ്റത്തില്ല. ഈ സൈഡിൽ വരുന്നത് മാത്രം എടുക്കുക. ഇവയുടെ HCF എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ ഭിന്നസംഖ്യയുടെ എൽസിയം 15 കിട്ടി, അംശങ്ങളുടെ എൽസിയം 15 കിട്ടി, ഛേദങ്ങളുടെ HCF 4 കിട്ടി. അപ്പോൾ ഇവിടെ 15 ഡിവൈഡഡ് ബൈ 4, 15 ഡിവൈഡഡ് ബൈ 4 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഓപ്ഷനകത്ത് അതില്ല. ഓപ്ഷനകത്ത് 15/32 ആണ് കൊടുത്തേക്കുന്നത്.
അതിനാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഏകദേശം ഈ പിന്നെ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാമിൻ്റെ 20 ക്വസ്റ്റ്യനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക, അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹോപ്സിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ് അല്ലെ വീഡിയോ ക്ലാസ്സുമായി കാണുന്നവരെ നമുക്ക് നന്ദി, നമസ്കാരം.